പൊങ്കാലയുടെ ആഘോഷങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് ദേവയാനിയാണ് ഇത്രയും വർഷങ്ങളായിട്ട് പൊങ്കാലയുടെ പൂജകളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇത്തവണ മുത്തശ്ശിയും മുത്തശ്ശനും പറയാണ് ആ പൂജകള് നയന നടത്തട്ടെ എന്ന്. അത് കേൾക്കുമ്പോൾ ദേവയാനി ആകെപ്പാട് ഞെട്ടലോടുകൂടി എഴുന്നേറ്റ് നിൽക്കുകയാണ്. അതെന്താമേ, ഇത്രയും വർഷം ഞാനല്ലേ നടത്തിക്കൊണ്ടിരുന്നത്, പിന്നെതിനാ ഇപ്പോ ഒരു മാറ്റം എന്ന് ചോദിക്കുന്നു. അപ്പോഴേക്കും മുത്തശ്ശി പറയാണ്, പുതിയ തലമുറ വരുമ്പോൾ നമ്മൾ വഴിമാറി കൊടുക്കണ്ടേ മോളെ, മോള് വന്നപ്പോ ഞാൻ വഴിമാറി തന്നില്ലേ, അതുപോലെ ഇനിയിപ്പോൾ അവകാശം മൂത്ത മരുമകളായ നയനയ്ക്കാണ്. അടുത്ത വർഷം അത് നവി ചെയ്യട്ടെ എന്ന് പറയുന്നു. അപ്പോഴേക്കും ദേവയാനി എന്താണെങ്കിലും അവള് ചെയ്യുന്നതിനോട് എനിക്ക് തീരെ താല്പര്യമില്ലെന്ന് പറയുമ്പോ, ഞങ്ങളുടെ വാക്കിന് കുറച്ചെങ്കിലും വിലയുണ്ടെങ്കിൽ ഇതനുസരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വാക്കുകൾ കേട്ടില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയും എന്ന് മുത്തശ്ശി പറയുമ്പോൾ നിവൃത്തിയില്ലാതെ ദേവയാനി ഒന്നും മിണ്ടാതിരിക്കുകയാണ്. ഈ സമയത്ത് ബാക്കി എല്ലാരും പറയാണ് അതാണ് നല്ലത്, നയന നടത്തട്ടെ എന്ന് പറയുന്നു. അപ്പോഴേക്കും നവ്യ ഇത് കേൾക്കുമ്പോൾ നവ്യക്ക് ആകെപ്പാട് ദേഷ്യം വരുന്നു. അല്ലെങ്കിൽ അങ്ങനെ അവളോട് എല്ലാവർക്കും സ്നേഹം എന്നിങ്ങനെ നവ്യ മനസ്സിൽ പറയാനട്ടോ. അതിനുശേഷം കാണിക്കുന്നത് രാത്രിയിൽ എല്ലാ പണികളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അടുക്കളയിൽ നയന. ഈ സമയത്ത് അങ്ങോട്ടേക്ക് ദേവയാനി വരുന്നു. നിന്റെ മനസ്സിൽ നീ എന്താണ് വിചാരിച്ചിരിക്കുന്നേ, മുത്തച്ഛനെ നീ കറക്കി വലയിലാക്കി, അതുകൊണ്ട് അവരിപ്പോൾ ഇങ്ങനെ പറഞ്ഞെന്ന് പറയുമ്പോൾ നയന പറയാണ്, ഞാൻ പറഞ്ഞതല്ലേ അവിടെ വെച്ച് എല്ലാവരും മുമ്പിൽ വെച്ച്, എനിക്കിതിൽ താല്പര്യമില്ല, അമ്മ തന്നെ ചെയ്യട്ടെ എന്ന്. മുത്തച്ഛനെയും പറഞ്ഞാൽ പിന്നെ ഞാൻ എന്താ ചെയ്യുക, എനിക്ക് അവർ പറഞ്ഞത് കേൾക്കാതിരിക്കാൻ പറ്റുമോ ഇനി നയന ചോദിക്കുമ്പോൾ ദേവയാനി പറയാണ്, എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടുമോ നോക്കി നീ ഇരിക്കല്ലേടി, നോക്കിക്കോ, ഒരിക്കലും എൻ്റെ മകൻ നിന്നെ അംഗീകരിക്കാൻ പോകുന്നില്ല എന്ന് പറയുന്നു. അപ്പോഴേക്കും നയന പറയാണ്, ഇതുപോലെ തന്നെ നിങ്ങൾ മുമ്പും പലതും എന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്നെ ഈ വീട്ടിൽ കയറ്റില്ല എന്ന് പറഞ്ഞു, ഞാൻ കയറി, എന്നെ ആദ്യം മുറിയിലേക്ക് കയറ്റില്ല എന്ന് പറഞ്ഞു, അവിടെയും ഞാൻ കയറി, അതുപോലെ തന്നെ എനിക്ക് ഇവിടെ ഒരു സ്വാതന്ത്ര്യം നൽകില്ല എന്ന് പറഞ്ഞു, അടുക്കളയിൽ കയറ്റില്ല എന്ന് പറഞ്ഞു, പൂജ ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു, എൻ്റെ ഫോൺ തരിയില്ല എന്ന് പറഞ്ഞു, ഇതെല്ലാം നിങ്ങൾ എനിക്ക് തന്നില്ലേ, അത് മാത്രമല്ല എല്ലാവിധ അവകാശങ്ങളും ഇപ്പോൾ എനിക്ക് തന്നില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അവസാനമായിട്ട് എന്റെ വീട്ടിലേക്ക് ഒരിക്കലും വിടില്ല എന്ന് പറഞ്ഞിട്ട് അതും സാധിച്ചില്ലേ, ഇപ്പൊ ഞാൻ ഡെയിലിന്റെ വീട്ടിലേക്ക് പോയിട്ട് വരുന്നില്ലേ എന്ന് നയന ചോദിക്കുകയാണ്. അപ്പോഴേക്കും ദേവയാനി ചോദിക്കുകയാണ്, എന്താടി നീ ജയിച്ചു നിന്റെ മനസ്സിലൊരു ധാരണയുണ്ടോ. അപ്പൊ ഇതെല്ലാം ഇവരുടെ സംസാരം മുഴുവനും ആദർശ് അവിടെ നിന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, ഒളിഞ്ഞെന്ന്. അവനിങ്ങനെ നാച്ചുറലായിട്ട് വന്നപ്പോ കേട്ടോണ്ട് നിൽക്കാണ് അവിടെ. അപ്പോഴേക്കും നയന പറയുന്നു, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഞാൻ അമ്മയോട് മത്സരിക്കാനുമല്ല, എന്നെങ്കിലും ഒരിക്കൽ ആദ്യമായിട്ട് എന്നെ സ്വീകരിക്കുന്നു സ്നേഹിക്കുമെന്നും എനിക്കൊരു പ്രതീക്ഷയുണ്ട് എന്ന് പറയുകയാണ്. അപ്പോഴേക്കും ദേവേനി പറയുന്നു, ആ പ്രതീക്ഷ മാത്രം മതി, ഒരിക്കലും ഞാൻ നിന്നെ സ്നേഹിക്കാൻ പോകുന്നില്ല എന്ന് പറയുന്നു. സാരമില്ലമ്മേ, ഞാൻ അതിനു വേണ്ടി കാത്തിരിക്കും എന്ന് നയന പറയുകയാണ്. ആഹാ, ഞാനിതിന്റെ ഒരു വെല്ലുവിളിയായിട്ട് സ്വീകരിച്ചിരിക്കുകയാണ് പൊങ്കാലയ്ക്ക്. അവന്റെ ആശീർവാദത്തോടു കൂടി തന്നെ കാപ്പ് കെട്ടി നീ വ്രതം ഇരുന്ന് വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ട്, അതൊരിക്കലും നടക്കില്ല എന്ന് ഞാൻ നിനക്ക് വാക്ക് തരികയാണ്. അത് മാത്രമല്ല എന്റെ മോൻ ഒരിക്കലും നിന്നെ അംഗീകരിക്കുകയില്ല എന്നൊക്കെ പറയുന്നു. അതിനുശേഷം ദേവേനി പോയി കഴിയുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ആദർശ് വരികയാണ്. ശരിക്കും നയനെ കരഞ്ഞോണ്ട് നിൽക്കാൻ കേട്ടോ. ആദർശ് വരുമ്പോ, നിങ്ങള് അമ്മ പറഞ്ഞതെല്ലാം കേട്ടോന്ന് ചോദിക്കുകയാണ്. ഞാനെല്ലാം കേട്ടു, നിന്റെ മനസ്സിലൊരു ധാരണ ഉണ്ടായിരിക്കും, നീ ഇപ്പൊ എല്ലാം സാധിച്ചു എന്ന്, എന്റെ മനസ്സിലേക്കും കയറി എന്റെ ഭാര്യയാമെന്ന്, അതൊക്കെ നിന്റെ മനസ്സിലെ വിചാരങ്ങൾ മാത്രമാണ്, ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് ആദർശ് പറയുന്ന കേട്ട് നയന സങ്കടപ്പെട്ട് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ പൊങ്കാലയുടെ ദിവസം വരുന്നു. കാപ്പ് കെട്ടി വ്രതം നോക്കി നയന എല്ലാ പൂജകളും വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടിട്ട് ദേവയാനിക്ക് ആകെപ്പാടെ സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഈ സമയത്ത് വാമോളെ അലങ്കാരമൊക്കെ ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി നയനയും കൂട്ടി അകത്തേക്ക് പോവാണ്. മുത്തശ്ശി മാറുന്ന സമയത്ത് ആദർശ് അങ്ങോട്ട് വന്നിട്ട് പറയാണ്, എന്താടി നീ എല്ലായിടത്തും വിജയിച്ചതാണ് നിന്റെ ഓർമ്മ, ഒരിക്കലും നടക്കില്ല, നിന്നെ എന്റെ ഭാര്യയുടെ ഞാൻ അംഗീകരിക്കുകയില്ല, പിന്നെ ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കോപ്രായമൊക്കെ എന്നൊക്കെ പറയാണ്. ഇത്രയും വർഷം എന്റെ അമ്മയായിരുന്നു ഇത് ചെയ്തുകൊണ്ടിരുന്നത്, ഇപ്പൊ എന്റെ അമ്മയുടെ സ്ഥാനം തട്ടിത്തെറിപ്പിച്ചിട്ടാണ് നീ അതിലേക്ക് കയറി വന്നത്, ഒരിക്കലും എനിക്ക് ഇതിനോട് താല്പര്യം തോന്നില്ല എന്നൊക്കെ ആദർശ് പറയുമ്പോ നയനക്ക് ഇങ്ങനെ സങ്കടം നിൽക്കുകയാണ്. അപ്പോഴേക്കും മുത്തശ്ശൻ വന്നിട്ട് ചോദിക്കുകയാണ്, എന്താണ് പ്രശ്നം. ഒന്നുമില്ല മുത്തശ്ശ, ഞാൻ ചുമ്മാ ഓരോ കാര്യങ്ങള് നയനോട് പറയുകയായിരുന്നു പറയുന്നു. മോളെ പെട്ടെന്ന് ഒരുങ്ങിട്ട് വാ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നയന നന്നായിട്ട് ഒരുങ്ങി നല്ല സുന്ദരിയായിട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ പൊങ്കാല അടുപ്പത്ത് വെച്ചതിന് ശേഷം മുത്തശ്ശിയും പറയാണ്, മോളെ കാപ്പ കെട്ടി വ്രതം ഇരുന്നതല്ലേ, മോളെ പോയി ഭർത്താവിന്റെ കാൽക്കൽ വീണ് അനുഗ്രഹം മേടിക്കുക, അമ്മയുടെയും കാലേ വീഴണമെന്ന് പറയുന്നു. അങ്ങനെ മൂത്തവരുടെ എല്ലാവരും കാലിൽ വീഴുമ്പം ദേവയാനിയുടെ കാലിനടുത്തേക്ക് പോകുമ്പോഴേക്കും ദേവയാനി മാറിപ്പോവാണ്. അതിനുശേഷം അവള് ആദർശിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. ഇതിന് തൊട്ട് മുമ്പേ തന്നെ നയനയുടെ വീട്ടുകാരെ മുത്തശ്ശി വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരും ആ സ്ഥലത്ത് കുറച്ച് പട്ടുസാരിയും അങ്ങനെ കുറെ ചടങ്ങുകളുണ്ട്, അതൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഇതൊക്കെ നവ്യക്ക് കൊടുക്കുമ്പോൾ നവ്യ പറയാണ്, ഇതുപോലുള്ള ചീപ്പ് സാരി ഒന്നും ഞാൻ കിട്ടില്ല എന്ന് പറയുമ്പോഴേക്കും അവിടെ നിന്നവരൊക്കെ വഴക്ക് പറയുന്നുണ്ട്, നീ എപ്പോഴാ ഇത്രയും വില കൂടിയ സാരി എടുക്കാൻ തുടങ്ങിയെന്നൊക്കെ ചോദിച്ചിട്ട് നന്ദുവും വഴക്ക് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ജലജ ഇവരെ കുറ്റപ്പെടുത്തി ഓരോന്നും പറയുമ്പോൾ നന്ദു ജലജയും മറ്റും വഴക്കുണ്ടാക്കുന്നുണ്ട്. അവസാനം ഞങ്ങൾ ഇവിടുന്ന് പോവാണോ എന്ന് പറഞ്ഞിട്ട് അവര് വന്ന ചടങ്ങ് നയനേനെ അനുഗ്രഹിച്ചിട്ട് അവർ പോകുന്നുണ്ട്. ഇതിനൊക്കെ ശേഷമാണ്
നയന വന്നിട്ട് ആദർശിന്റെ കാൽക്കൽ വീഴുന്നത്. അപ്പൊ ആദർശിന്റെ കാൽക്കൽ വീഴാൻ നേരം ആദർശ് ആ പൂവ് ഇങ്ങനെ അനുഗ്രഹിക്കാനുള്ള പൂവ് എടുത്തിട്ട് അതിങ്ങനെ പിച്ചി വലിച്ചെറിയുകയാണ്. എന്നിട്ട് ഒരിക്കലും നിന്നെ ഞാൻ അനുഗ്രഹിക്കില്ല, ഒരിക്കലും നിന്നെ ഭാര്യടിയാൻ പോലും കണക്കാക്കില്ല, പിന്നീട് നിന്നെ അനുഗ്രഹിക്കാൻ പോകുന്നത് നീ ഒരിക്കലും ജീവിതത്തിലെ വേണ്ട എന്ന് പറയുന്നു. എന്നിട്ട് ആദർശ് ദേഷ്യപ്പെട്ട് അകത്തേക്ക് പോവാണ്. ഇത് കണ്ടിട്ട് നയനയ്ക്ക് ഒത്തിരി സങ്കടമാകുന്നു. അങ്ങനെ പൊങ്കാല അവിടെ വെച്ച് എല്ലാം കുളമായി പോവാണ്. അപ്പൊ എല്ലാരും പറയാണ് എത്ര സന്തോഷമായിട്ട് നമ്മളിത് ആരംഭിച്ചതാ, എത്ര സാളായിട്ടാ കഴിഞ്ഞത് എന്നും പറഞ്ഞ് എല്ലാരും ഓരോ വഴിക്ക് പിരിഞ്ഞു പോവാണ്. അങ്ങനെ റൂമിലേക്ക് ആദർശ് ചെല്ലുമ്പോഴേക്കും ആദർശിന്റെ പുറകെ നയന വരുന്നു. നയനയുടെ പുറകെ മുത്തശ്ശനുണ്ടെങ്കിലും രണ്ടുപേരും ഇത് കാണുന്നില്ല കേട്ടോ. മുത്തശ്ശൻ ഇവരുടെ സംസാരം കേട്ടുകൊണ്ട് നിൽക്കാണ്. ആദർശ് പറയാണ്, നീ എന്താണ് വിചാരിച്ചത്? ഇന്നലെ എന്റെ അമ്മയോട് നീ കിടന്ന് വെല്ലുവിളിക്കുന്നതൊക്കെ ഞാൻ കേട്ടു. ഒരിക്കലും എന്റെ മനസ്സിലോ ഈ വീട്ടിൽ നിനക്ക് സ്ഥാനമില്ല. നീ അന്നേ ഞാൻ ആ ചെയ്ത സമയത്ത് എന്റെ തലയിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നു കരുതിയതാ. പക്ഷെ അങ്ങനെയും പോയില്ല. എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്തൊരു കല്യാണവും താല്പര്യമില്ലാത്തൊരു പെണ്ണുമാണ് നീ. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ തമ്മിൽ ഒരുമിച്ച് ജീവിക്കില്ല എന്ന് പറയുമ്പോൾ നയന ചോദിക്കാണ്, അപ്പൊ ഇത്തരം നല്ല സ്നേഹത്തോടെ പെരുമാറിയതും പഴകിയതും എല്ലാം വെറുതെ ആയിരുന്നു, വെറും അഭിനയമായിരുന്നു ചോദിക്കുമ്പോ അതെ, ഈ വീട്ടുകാരുടെ മുമ്പിൽ നീ ഞാനും സ്നേഹത്തോടെയാണ് കഴിയുന്നതെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അഭിനയിച്ചതാ. എനിക്ക് നിന്നെ തുള്ളി പോലും ഇഷ്ടമില്ല, ദയവ് ചെയ്ത് എന്റെ ജീവിതത്തിൽ നിന്ന് മാറുത്താ എന്നൊക്കെ പറയുന്നു. അപ്പോഴേക്കും നയനെ പറയാണ്, അതെ ആദർശേട്ടൻ പറഞ്ഞത് ശരിയാ, ഞാൻ ആദർശേട്ടന് ചേരില്ല എന്നുണ്ടെങ്കിൽ ഞാൻ മാറുന്നതാണ് നല്ലത്. ഇത്രയും കാലം ഒരിക്കലെങ്കിലും നിങ്ങളുടെ മനസ്സിൽ എനിക്ക് സ്ഥാനം കിട്ടുമെന്ന് കരുതി ഒരുപാട് പ്രതീക്ഷയോട് കൂടിയാണ് ഞാൻ നിങ്ങളുടെ കൂടെ നിന്നത്. പക്ഷെങ്കിൽ ഇത്രയും കാലമായിട്ടും നിങ്ങൾക്ക് എന്നെ അംഗീകരിക്കാനോ ഒന്നിനും കഴിയുന്നില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഇവിടെ നിന്നിട്ട് യാതൊരു കാര്യമില്ല. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോവാണ് എന്ന് ആ നയനെ പറയാണ്. അത് അത്രയും നല്ലത്, ദയവ് ചെയ്ത് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ, എനിക്ക് സമാധാനം തായെന്ന് ആദർശ് പറയാണ്. അപ്പൊ ഇതെല്ലാം മുത്തശ്ശൻ കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ മുത്തശ്ശൻ ഭയങ്കരമായിട്ട് നെഞ്ചിനകത്ത് വേദനയൊക്കെ എടുത്ത് പതിയെ സ്റ്റെപ്പിറങ്ങി താഴേക്ക് പോവാണ്. താഴെ ചെന്നതും നെഞ്ചുവേദന കൂടിയിട്ട് മുത്തശ്ശൻ കുഴഞ്ഞു വീണ് പോകുന്നു. അപ്പോഴേക്കും എല്ലാവരും കൂടി ചേർന്ന് മുത്തശ്ശനെ താങ്ങി എടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ആദർശും നയനയും എല്ലാരും ഓടി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആദർശിന്റെ അച്ഛനും കൂടിയിട്ട് മുത്തശ്ശനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്. ശേഷം ഡോക്ടർ വന്നിട്ട് ആദർശിന്റെ അച്ഛനെയും വിളിക്കുമ്പോ അവരോട് പറയാണ്, നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. എന്താന്ന് ചോദിക്കുമ്പോൾ ഇദ്ദേഹത്തിന് ഇതുപോലെ തളർച്ചയോ മൂക്കിൽ നിന്ന് ബ്ലഡോ എന്തെങ്കിലും ഉണ്ടാവാറുണ്ടായെന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഒരിക്കലുമില്ല. അദ്ദേഹം യോഗയൊക്കെ ചെയ്ത് നല്ല ബോഡിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണ്. ഇത്രയും പ്രായമായതിന്റെ ചെറിയൊരു ഇതല്ലാതെ അദ്ദേഹത്തിന് ആരോഗ്യപരമായി യാതൊരു കുഴപ്പവുമില്ല. എന്താ ഡോക്ടർ എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയാണ്, തീർത്തും സങ്കടകരമായ ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. മൂർത്തി സാറിന് ബ്ലഡ് ക്യാൻസർ ആണെന്ന് പറയുന്നു. ഇത് കേൾക്കുന്നതും ആദർശും അച്ഛനും നടുങ്ങി പോവാണ്. എന്താ സാർ പറഞ്ഞത്, ബ്ലഡ് ക്യാൻസറോ? അങ്ങനെ ഒരു ചാൻസും ഇല്ല. അദ്ദേഹം അതുപോലെ ബോഡിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നല്ല രീതിയിൽ ഫുഡൊക്കെ കഴിക്കുന്ന ആളാണ്, ഒരിക്കലും ചാൻസ് ഇല്ല എന്ന് പറയുമ്പോ ഡോക്ടർ പറയുന്നു, ഇത് അങ്ങനെയൊന്നും അല്ല, ഇതൊക്കെ ഓർത്തർ തലവിധിയാണെന്ന് ഓർത്താൽ മതി. അത് മാത്രമല്ല മറ്റൊരു കാര്യം, ഇത് ഫൈനൽ സ്റ്റേജ് ആണ്. ഇത്രയും നാളും അറിയാതിരുന്ന എന്താണെന്നാണ് ഞാൻ ആലോചിക്കുന്നതെന്ന് പറയുമ്പോഴേക്കും ആദർശും അച്ഛനും അവിടെ നിന്ന് പൊട്ടിക്കറിയാണ് കേട്ടോ. ഡോക്ടർ പറയാണ്, ഇനി വേറെ നിവൃത്തിയൊന്നും ഇല്ല, ജസ്റ്റ് 3 മാസം അത്രയും കൂടി അദ്ദേഹത്തിന് ആയുസ് ഉണ്ടാവുള്ളൂ എന്ന് പറയുമ്പോഴേക്കും അവർക്ക് എന്ത് ചെയ്യണം എന്നറിയാതെ അവരൊരു വിങ്ങി പൊട്ടി കരയാണ് കേട്ടോ. അപ്പോഴേക്കും ഡോക്ടർ പറയാണ്, നിങ്ങൾക്ക് അദ്ദേഹത്തിന് കുറച്ച് സമാധാനവും കുറച്ച് സ്നേഹവും അദ്ദേഹം ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടത്തി കൊടുക്കണം. അപ്പോഴേക്കും അങ്ങനെ ചെയ്താൽ അദ്ദേഹം ജീവനോട് ഇരിക്കുമെന്ന് ചോദിക്കുമ്പോൾ ഒരിക്കലും ഇല്ല. ഞാൻ പറഞ്ഞത് അദ്ദേഹം ഒരു മാസം കൊണ്ട് പോകുന്നത് 3 മാസത്തിനുള്ളിലാകുമ്പോൾ അദ്ദേഹം കുറച്ച് സന്തോഷമായിട്ടും സമാധാനമായിട്ടും ഈ ലോകത്തൊന്ന് വിട പറയും. അതല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം വളരെ കഷ്ടപ്പെട്ടായിരിക്കും ഈ ലോകത്തൊന്ന് പോവുക. അതുകൊണ്ടാണ് പറഞ്ഞത്, എത്രയും സ്നേഹത്തോടെ അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുത്ത് അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കണം എന്ന് ആദർശിനോട് പറയാണ്. അപ്പം ആദർശ് പറയാണ്, ഈ വിവരം മുത്തശ്ശനോട് പറയണ്ടെന്ന് പറയുമ്പോൾ ഇല്ല, പേഷ്യൻസിനോട് ഞങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയാറില്ല, അദ്ദേഹത്തെ കെയർ ചെയ്യണം എന്ന് പറയുന്നു. അങ്ങനെ അവിടെ വെച്ച് ആദർശും അച്ഛനും തീരുമാനിക്കുകയാണ്, ഈ വിവരം വീട്ടിൽ ആരും അറിയണ്ട, അമ്മ പോലും അറിയണ്ട. ആരെങ്കിലും അറിഞ്ഞാൽ അത് മുത്തശ്ശന്റെ ചെവിയിലെത്തും. എത്തിയാൽ അത് ആകെപ്പാടെ വീട്ടിലെ സങ്കടകരമായ ഒരു അവസ്ഥയാകും. പിന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കരച്ചിലും പരച്ചിലുമായിട്ട് അത് തന്നെ മുത്തശ്ശന് വിഷമമാകും. ഈ വിവരം ആരെയും അറിയിക്കാൻ പാടില്ല എന്ന് ആദർശ് തീരുമാനിക്കുന്നു. അങ്ങനെ ഒരു വീട്ടിലേക്ക് മുത്തശ്ശനെ കൊണ്ടുവരുമ്പോ മുത്തശ്ശിയൊക്കെ ഭയങ്കര കരച്ചിലായിരിക്കും കേട്ടോ. അപ്പോഴേക്കും വരുമ്പോഴേ മുത്തശ്ശി ഓടിച്ചെന്ന് അച്ഛനെ കെട്ടിപ്പിടിക്കുകയാണ്. നിങ്ങൾക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ആദർശ് പറയാണ്, ഒരു കുഴപ്പമില്ലമ്മേ, മുത്തശ്ശന്റെ ഗുളികയുടെ അത് മാത്രമല്ല ഫുഡിന്റെ അങ്ങാണ്ട, അതൊന്നും സാരമില്ല, ചെറിയൊരു BP വേരിയേഷൻ ഉണ്ടായിരുന്നു, അത്രേ ഉള്ളൂ, ഗുളിക വെച്ച് റെസ്റ്റ് എടുത്താൽ മതിയെന്ന് ആദർശ് പറയാണ്. അങ്ങനെ ആദർശ് ഡോക്ടർ ചോദിക്കുന്നുണ്ടായിരുന്നു, ഞങ്ങൾ ഏതെങ്കിലും ഗൾഫിലേക്കോ അങ്ങോട്ടേക്കും കൊണ്ടുപോയി ട്രീറ്റ് ചെയ്താലും ചോദിക്കുമ്പോഴേക്കും അദ്ദേഹം പറയുന്നുണ്ട്, ഇല്ല, അതിലൊന്നും ഒരു പ്രയോജനവുമില്ല, ഇപ്പൊ എല്ലായിടത്തും ഫെസിലിറ്റീസ് ഒക്കെ ഒന്ന് തന്നെയാണ്. അത് മാത്രമല്ല ഇത് ഫൈനൽ സ്റ്റേജ് ആണ്, 3ാമത്തെ സ്റ്റേജ്, അതുകൊണ്ട് ഇനി യാതൊരു രക്ഷയുമില്ല, എന്തൊക്കെ ചെയ്താലും അദ്ദേഹത്തിന്റെ ബോഡി അതിനോട് പ്രതികരിക്കില്ല എന്ന്
ഡോക്ടർ പറയുന്നുണ്ടായിരുന്നു. ഇതൊക്കെ ഓർത്തിരുന്ന് ആദർശ് എഴുതുന്ന കരയാണ്. അപ്പോഴേക്കും എല്ലാവരും ആദർശിനെ ശ്രദ്ധിക്കുകയാണ്. ആദർശ് പറയാണ്, ഞാൻ വല്ലാണ്ട് പേടിച്ചു പോയി, അതുകൊണ്ടാണ് ഞാൻ കരഞ്ഞത്, ആരും ഒന്നും വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശനോടും മുത്തശ്ശിയോടും മുറിയിലേക്ക് പോയി റെസ്റ്റ് എടുക്കാൻ പറയാണ്. ഈ സമയത്ത് ദേവേന വന്നിട്ട് അച്ഛനോട് ചോദിക്കുകയാണ്, ഭർത്താവിനോട് ചോദിക്കുകയാണ്, എന്താ എന്താ പറ്റി, നിങ്ങൾ അച്ഛന്റെ കൂടെ പോയപ്പെട്ടിട്ട് നിങ്ങൾക്ക് ആകെപ്പാടെ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നല്ലോ, എന്ത് പറ്റി? ദേവേന ചോദിക്കുമ്പോ ആദർശിന്റെ അച്ഛൻ പറയാണ്, ഇല്ല ഒരു പ്രശ്നമില്ല, അച്ഛനെ ആ ഒരു രീതിയിൽ കണ്ടപ്പോ ഞാൻ ആകെപ്പാടെ പേടിച്ചു പോയി, അത്രയേ ഉള്ളൂ എന്ന് അയാളും പറഞ്ഞിട്ട് അവിടുന്ന് ഒഴിവാവാണ് കേട്ടോ. അങ്ങനെ എല്ലാരും ആകെപ്പാടെ ഇങ്ങനെ ഒരു വിഷമിച്ചൊരു അവസ്ഥയിൽ നിൽക്കാണ്. ഇതിന്റെ ബാക്കിയും ഇതുപോലുള്ള വരാനിരിക്കുന്ന സ്റ്റോറീസ് ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.